അത് തെറ്റാണ്. അയാൾ എന്നോട് ICUവിലേക്കുള്ള വഴി മാത്രമാണ് ചോദിച്ചത്. ഞാൻ എന്തിനു നന്ദിനെ തട്ടിക്കൊണ്ടു പോണം? അത് തന്നെയാ എനിക്കും അറിയേണ്ടത്. മാഡം, കള്ളന് കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ കള്ളനാക്കുന്ന വിദ്യ നിങ്ങൾ ഈ പറയുന്നത്. നന്ദിനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. കള്ളം പറയുന്നോടി. എഴുന്നേക്കടി, എഴുന്നേക്കാൻ. അറിഞ്ഞൊന്ന് പെരുമാറിയാ ഇനി നീ 2 കാലിൽ എഴുന്നേറ്റ് നടക്കില്ല. നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്താലും തല്ലിയാലും കൊന്നാലും എനിക്ക് അറിയാവുന്ന ഉത്തരം ഞാൻ പറയൂ. നീ സമ്മതിക്കില്ലല്ലടി. കയ്യിന്ന് വിടറി. വേണ്ട മാഡം, ഇനി എന്നെ തല്ലരുത്. എന്റെ കൈ തടയുന്നോടി. കയ്യിന്ന് വിടറി. കൈവിടാൻ. തൊട്ടുപോരുത്. നിന്നോടാ പറഞ്ഞത് കൈവിടാൻ. ഇല്ല, എന്നെ ഇനി തല്ലില്ലെന്ന് ഉറപ്പ് പറയാതെ ഞാൻ ഈ കൈ വിടില്ല. കാരണമില്ലാതെ വെറുതെ തല്ല് കൊള്ളുന്നവളാണ് സ്വാതി എന്ന് മാഡം കരുതിയോ? എന്നെ തല്ലുവോന്ന്? ഇല്ല, ഞാൻ കൈവിട്ടു. എന്റെ ഈ കൈയുടെ പവർ എന്താന്ന് മാഡത്തിന് ഇപ്പൊ മനസ്സിലായോ? ഇനി എന്റെ ദേഹത്ത് ആവശ്യമില്ലാതെ കൈവച്ച മുരിങ്ങാക്കോല് പോലിരിക്കുന്ന ഈ ശരീരം വാരി വലിച്ച് ഞാനങ്ങ് ഭിത്തിയിലടിക്കും. പിന്നെ ഇവിടുത്തെ പോലീസുകാരുടെ മുമ്പില് മാഡത്തിന് തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. ആ നാണക്കേട് വേണോ മാഡത്തിന്? കൊണ്ടുപോയവളെ നടക്കടി. മേഡം, ആ സ്വാതിയുടെ ഭർത്താവ് പുറത്തു വന്ന് സ്വാതിയെ കാണുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. താൻ പോയി അയാൾ എന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോവാ. ശരി മേഡം. ഇല്ലെന്ന് പറഞ്ഞില്ലേ വക്കീലേ? നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോളൂ. ഇത് വെറൊരു മാൻ മിസ്സിംഗ് കേസല്ല. ചിലപ്പോ കൊലപാതക കേസായിട്ട് തങ്ങ് മാറാം. വക്കീല് വച്ചിട്ട് പോയേ. മേ ഐ കം ഇൻ ACP മാഡം? ഓ പിന്നെ, കേറി വാടി. നീ വരാത്തത് എന്താണെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെയുണ്ട് വീരശൂര പരാക്രമി സ്വാതി? അവളുടെ ശൗര്യമൊക്കെ തീർത്തു കൊടുത്തോ നീ? ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നീ പറഞ്ഞു കേട്ടതിനേക്കാൾ ശൗര്യവും മിടുക്കും ഉണ്ടവൾക്ക്. എന്റെ കൈ തടയാൻ വരെ അവള് ധൈര്യം കാണിച്ചു. എന്നിട്ട് നീ അവളെ ഒന്നും ചെയ്തില്ലേ? ആ, 1-2 പൊട്ടിച്ചു. പിന്നെ പണ്ടത്തെ കാലമൊന്നുമല്ല. കോടതിയിൽ ഹാജരാക്കുമ്പോ അവള് കൂട്ടിക്കേറി നിന്നും മജിസ്ട്രേറ്റിനോട് വല്ലതും പറഞ്ഞാലേ എന്റെ പണിയങ്ങ് പോവും. അവളൊരു സെലിബ്രിറ്റിയുടെ ഭാര്യ. ഇപ്പൊ തന്നെ മോളിന്ന് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇതില്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? അവളെ ജാമ്യത്തിൽ വിടാനോ? നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ അത് ഞാൻ നല്ല വെടിപ്പായിട്ട് ചെയ്യില്ലേടി. അതെ, നീ അവളെ കാണുന്നില്ലേ? അതിനല്ലേടി ഞാൻ ഓടി വന്നത്. അവൾ എന്നെ കിടത്തിയ അതേ ലോക്കർ മുറിയിൽ കിടക്കുന്ന അവളുടെ മുന്നിലേക്ക് ഈ വേദിയുടെ എഴുന്നള്ളത്ത്.
എന്താടി നീ ഇതിനകത്തങ്ങ് സെറ്റായോ? പിന്നെ ഇല്ലാതെ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്ന അതിന്റെ നാടി കഷ്ണം നല്ല ഒന്നാന്തരമായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കണം. അതാ എന്റെ പക്ഷം. ഈ ലോകകപ്പും കാക്കി യൂണിഫോമിന്റെ ഒരു വൃത്തികെട്ട നാറ്റമൊക്കെ എനിക്കിപ്പോ ഇഷ്ടമാവുന്നുണ്ട്. ഇവിടെ അങ്ങ് സ്ഥിരതാമസാക്കിയാലോന്നാ ഇപ്പൊ എന്റെ ആലോചന. നീ എന്നെ വല്ലാതെ ഊതലേടി. നിന്റെ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മുട്ടുകാല് മടക്കി അടിവയറ്റിലൊന്ന് തന്നാലുണ്ടല്ലോ, താങ്ങത്തില്ല നീ. എന്താടി ചിരിക്കുന്നേ? മാഡം വലിയ തമാശക്കാരിയാണെന്ന് ആരോ പറഞ്ഞു കേട്ടു. ഇപ്പോഴാ അത് നേരിട്ട് മനസ്സിലായത്. എന്റെ തമാശ നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വന്നതേ വേറൊരു കാര്യത്തിനാ. നിന്നെ കാണാനേ ഒരാള് വന്നിട്ടുണ്ട്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗസ്റ്റാ അത്. ഞാൻ വിളിക്കാം. എന്താ സ്വാതി, നീ ഒന്ന് ഞെട്ടിയോ? ഇപ്പൊ മനസ്സിലായില്ലേ വേദയ്ക്കൊന്നും ഒരു തടസ്സമല്ലാന്ന്? ഈ ലോകകപ്പിന്റെ വാതിൽ മാത്രമല്ല, ഇതിനേക്കാൾ വലിയ ഏത് വാതിലും ഈ വേദയുടെ മുമ്പിൽ നിസ്സാരമായി തുറക്കും. പണം കിട്ടിയാലേ ഇട്ടിരിക്കുന്ന കാക്കി യൂണിഫോം പോലും ഊരി വിൽക്കുന്ന ചിലര് പോലീസിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ടേ പോലീസിന് മുഴുവനും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മതിയടി. ഇവൾക്ക് വേണ്ടി യൂണിഫോം മാത്രമല്ല, എന്റെ ജീവൻ വരെ കൊടുക്കും ഞാൻ. ഓ, നിനക്ക് ഞാൻ ഇവളെ പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഒരേ ഒരു കസിൻ സിസ്റ്ററാ, ACP വൈശാഖി വർമ്മ. ഇപ്പൊ നീ ഒന്ന് ഞെട്ടിയോ സ്വാതി? നിനക്ക് ഓർമ്മയുണ്ടോ സ്വാതി ഈ ലോക്കമുറി? ഓ, അതിന് നീ എന്നെ ഇവിടെ വന്ന് കണ്ടിട്ടില്ലല്ലോ. അന്ന് ആ തള്ളയെ കൊന്ന കുറ്റത്തിന് നീ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിട്ടത് ഈ ലോക്കമുറിയിലാ. ഇതിനകത്ത് ഇതുപോലെ നിന്നെ എത്തിക്കാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി വന്നതും നിന്നെ കാണാനാ. കഴിഞ്ഞ തവണ നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയത് എന്തിനാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായോ? ഇതുപോലെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കുരുക്ക് നിന്റെ കഴുത്തിലിടാനടി. ഓ, അത് ശരി. അപ്പോ നിങ്ങളൊരു ടീമാണല്ലേ? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. വേദേ, ഇതുകൊണ്ടൊന്നും സ്വാതിയെ നിനക്ക് ഞെട്ടിക്കാൻ കഴിയില്ല. എന്നാ പിന്നെ നീ ഞെട്ടുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പം നിന്റെ പേരിൽ ഒരു കിഡ്നാപ്പിംഗ് കേസ് മാത്രമേ ഉള്ളൂ. ഏത് കോടതിയും നിനക്ക് ജാമ്യം തരും. പക്ഷേ നാളെ നന്ദിനി കൊല്ലപ്പെട്ടാലുണ്ടല്ലോ, പിന്നെ നിന്റെ പേരിൽ കൊലക്കേസായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ കുരുക്കിന്റെ വലിപ്പം എത്രയാന്ന്? എന്നെ കുരുക്കാൻ നീ ഉണ്ടാക്കിയ കേസുണ്ടല്ലോ, ഇതിൽ നിന്ന് ഈസി ആയിട്ട് ഈ സ്വാതി രക്ഷപ്പെട്ടിരിക്കും. എന്നെ പൂട്ടാനുള്ള ലോക്കപ്പ് നീ ഇനി വേറെ പണിയണം. നിർത്തടി. ഇതിനകത്ത് കിടന്ന് നീ എന്നെ അങ്ങ് ഒരുപാട് വെല്ലുവിളിക്കല്ലേ. മാഡം,
നന്ദിനിയെ കാണാതായതിന്റെ പേരില് 1-2 ദിവസം നിങ്ങൾക്ക് എന്നെ ഇവിടെ ഇടാൻ പറ്റും. പക്ഷേ അതിനപ്പുറം നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് സ്വാതിയാ. എടി വേദേ, നിനക്കെന്നെ കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല ഒരിക്കലും. നമുക്ക് കാണാം. തൽക്കാലം നീ ഇതിനകത്ത് കിടക്ക്. നിനക്കുള്ള എന്റെ വക ട്രീറ്റ് ഇവള് തരും. ആദ്യം അത് നീ അങ്ങ് കൈ നീട്ടി വാങ്ങ്. അത് കഴിഞ്ഞ് ഞാൻ വരാം. വൈശാഖി വാ. പോട്ടെ. എന്തൊക്കെയാ സാർ ഇവിടെ സംഭവിക്കുന്നത്? സ്വാതി മോള് എങ്ങനെ അറസ്റ്റിലായത്? എനിക്കറിയില്ല ഏറാടി. നന്ദിനിയെ കാണാനില്ല. അതിനവളുടെ ചെറിയമ്മ സ്വാതിയുടെ പേര് കേസ് കൊടുത്തിരിക്കുക. അവളെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകളിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാതിയ അത് ചെയ്യിച്ചതെന്ന് അവൻ പോലീസ് മൊഴികൊടുത്തിരിക്കുക. ഇല്ല സാറേ, സ്വാതി മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരോ അവനെ കൊണ്ട് പറയിപ്പിച്ചതാ. ഞാനിപ്പോ ACP ഓഫീസിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. പക്ഷേ സ്വാതിയോടൊന്ന് സംസാരിക്കാൻ പോലും ആ ACP എന്നെ അനുവദിച്ചില്ല. സ്വാതി മോളെ ആരോ കള്ളക്കേസിൽ കുടുക്കിയതാ. മോനെ, സ്വാതിയെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിലിറക്കണം. ഇന്നും നാളെയും കോടതി അവധിയാണ്. ആ വിവരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വാതി അവരെ അറസ്റ്റ് ചെയ്തത്. സ്റ്റേഷൻ ജാമ്യം കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ SP ശ്രീലത നമ്പിയെ വിളിച്ചിരുന്നു. പക്ഷേ അവർ ഔട്ട് ഓഫ് സ്റ്റേഷനാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ചിലപ്പോ ഇന്ന് രാത്രി എത്തിയേക്കുമെന്ന് അറിയാൻ കഴിഞ്ഞത്. അവധി ദിവസമായതുകൊണ്ട് ഇന്നിനി ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചു. ആ ACP ഒന്നിനും വഴങ്ങുന്നില്ല. ഏതോ പൂർവ്വ വൈരാഗ്യം തീർക്കുന്ന പോലെയാ അവരെന്നോട് പെരുമാറിയത്. ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോവുക. സ്വാതി മോളെ കണ്ടേ ഞാൻ തിരിച്ചു വരും. കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ കുത്തിയിരിക്കും. എന്നെ കൂടി പിടിച്ചകത്തിടട്ടെ. നിങ്ങൾ പേടിക്കണ്ട. ശ്രീലത നമ്പിയാരെത്തിയ നമ്മൾ രക്ഷപ്പെട്ടു. ACPയേക്കാൾ വലിയ ആളാണല്ലോ SP. ഞാൻ പോയിട്ട് വരാം. പിന്നെ കുട്ടികളോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. അഥവാ നീലിനെ വിളിക്കുകയാണെങ്കിൽ അവരോടൊന്നും പറയണ്ട കേട്ടോ. ആ പാവങ്ങൾ വിഷമിക്കും. അതുകൊണ്ടാ. പോട്ടെ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ ഗിരി. സ്വാതിക്കറിയാം നന്ദിനി എവിടെയാണെന്ന്. വേണ്ട, ഏട്ടത്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് നേരെ തന്നെയാ. പക്ഷേ ഏട്ടത്തി അത് ചെയ്യൂന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തി എന്തിനാടി അത് ചെയ്യുന്നത്? ഗിരിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ. ആ വീട്ടിലെ മൂത്ത മരുമകൾ സ്വാതിയല്ലേ? അവൾക്ക് മുൻപേ നന്ദിനി ഗർഭിണിയാവുന്നത് സ്വാതി എങ്ങനെ സഹിക്കും? മകം നക്ഷത്രത്തിൽ ജനിക്കുമെന്ന് സിദ്ധൻ പറഞ്ഞ പെൺകുട്ടിയെ സ്വാതി പ്രസവിക്കണോ അതോ നന്ദിനി പ്രസവിക്കണോ? ഒടുവിൽ നന്ദിനി പ്രസവിക്കണ്ടെന്ന് സ്വാതി അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാവും. അതിനുവേണ്ടി നടന്ന നാടകങ്ങളാ അവിടെ നടന്നതെല്ലാം. മതി, നിർത്തിക്കോ. നീ വിളിച്ചപ്പോ കാണാൻ വന്നത് എന്റെ തെറ്റാ. എന്റെ ജീവിതത്തിൽ നിന്നും
ഞങ്ങളുടെ വീട്ടിൽ നിന്നും നിന്നെ ഞങ്ങൾ ഇറക്കി വിട്ടതാ. പിന്നെ എന്തിനാടി നീ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നത്? ഗിരി എന്നെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ എന്റെ മനസ്സിൽ നിന്ന് ഗിരി ഇറക്കി വിടാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ ഗിരിയാ. മനസ്സിലിപ്പോഴും ഭർത്താവിന്റെ സ്ഥാനത്ത് എനിക്ക് ഗിരി മാത്രമേ ഉള്ളൂ. മതി, എനിക്കൊന്നും കേൾക്കണ്ട. കഴിഞ്ഞ ഒന്നും ഓർക്കാൻ എനിക്ക് ഇഷ്ടവുമല്ല. പക്ഷേ എനിക്ക് മറക്കാൻ പറ്റണ്ടേ ഗിരി? അങ്ങനെയാണെങ്കിലേ നീ ആദ്യം ഓർക്കേണ്ടത് ഞങ്ങളുടെ വല്യമ്മയുടെ മുഖവാടി. ഓർമ്മയില്ലേ നീ കൊന്നു തള്ളിയ ആ പാപത്തിനെ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ അന്ന് സംഭവിച്ചതിന്റെ എല്ലാ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വാതി തന്നെയാ. ആ വീടിന്റെ അധികാരത്തിന് വേണ്ടിയുള്ള അവളുടെ മത്സരത്തിനിടയിൽ വന്നു പെട്ടുപോയതാ അമ്മ. പക്ഷേ അന്ന് സംഭവിച്ചത് തന്നെ ഇപ്പോഴും ആവർത്തിക്കാൻ പോവുകയാ. മതി, എനിക്കിനൊന്നും കേൾക്കണ്ട. ഇനി മേലിൽ നീ എന്നെ വിളിക്കരുത്. നന്ദിനെ കുറിച്ച് നീ ഒരു വിവരം തരാമെന്ന് പറഞ്ഞത് കൊണ്ടാ ഞാൻ വന്നത് തന്നെ. ഗുഡ് ബൈ. ഗിരി, തരാനുള്ള വിവരം ഞാൻ ഇതുവരെ പറഞ്ഞില്ല. നന്ദിനി മിസ്സിംഗ് ആയതിൽ സ്വാതിക്ക് പങ്കില്ലെന്ന് ഗിരി ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ? അതെ. എന്നാ കേട്ടോളൂ, ജീവനോടെയോ അല്ലാതെയോ നന്ദിനിയെ ഗിരിക്ക് തിരിച്ചു കിട്ടിയാൽ അവളുടെ വയറ്റിൽ ആ കുഞ്ഞുണ്ടാവില്ല. അതിനെ നശിപ്പിച്ചിരിക്കും സ്വാതി. ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് കുറച്ചു കഴിയുമ്പോ ഗിരിക്ക് മനസ്സിലാവും. ഇനി പൊയ്ക്കോ. ജീവനോടെയോ അല്ലാതെയോ നന്ദിനിയെ ഗിരിക്ക് തിരിച്ചു കിട്ടിയാൽ അവളുടെ വയറ്റിൽ ആ കുഞ്ഞുണ്ടാവില്ല. അതിനെ നശിപ്പിച്ചിരിക്കും സ്വാതി. എന്താടി ഇപ്പോഴും നീ ഇതിനകത്ത് സന്തോഷത്തോടു കൂടി തന്നെയാണോ ഇരിക്കുന്നത്? എന്റെ സന്തോഷത്തിന് ഒരു കുറവുമില്ല. നിന്റെ അഭിനയൊന്നും എന്റെ മുമ്പിൽ വേണ്ട. ഇവിടുന്ന് രക്ഷപ്പെടാൻ നിന്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയത് നീ തന്നെയാണെന്ന് സമ്മതിച്ച് എഴുതി തന്നാൽ നിനക്ക് ഞാൻ ജാമ്യം തരാം. എന്നെ കൊന്നാലും ചെയ്യാത്ത കാര്യം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഇതാരുടെ ബുദ്ധിയാ? വേദയുടെയോ അതോ മാഡത്തിന്റെയോ? എടി, ഇപ്പൊ സമയം രാത്രിയാ. പോലീസ് ലോക്കപ്പിനുള്ളിൽ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ നീ താങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ എഴുതി സമ്മതിച്ച് ഒപ്പിട്ട് തന്നാൽ നിന്നെ ഞാൻ ജാമ്യത്തിൽ വിടാം. എന്തു പറയുന്നു? ആർക്ക് വേണം ജാമ്യം? എനിക്കിനി കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടിയാ മതി, എത്ര താമസിച്ചാലും. നാളെ നേരം വെളുത്താ നിന്റെ ശവം മാത്രമേ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോകൂ. മനസ്സിലായോടി? നിനക്കുള്ള അത്താഴം ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അത് ഞാൻ കൊടുത്തേക്കാം. നീ ആഘോഷിച്ചങ്ങ് കഴിക്ക്. അത്താഴം കൊടുത്തയക്കുമ്പോ ഒരു മിനറൽ വാട്ടർ കൂടി കൊടുത്തയക്കണം. നല്ല ദാഹമുണ്ട്. വെള്ളം മാത്രമല്ല, ഒരു ജ്യൂസ് കൂടി വാങ്ങിച്ച് തരട്ടെ നിനക്ക് ഞാൻ? അയ്യോ വേണ്ട മാഡം, എനിക്ക് രാത്രി ജ്യൂസ് കുടിക്കുന്ന ശീലമൊന്നുമില്ല. അതുകൊണ്ട് അത് വേണ്ട. അയ്യോ, അതൊന്നും പറ്റില്ല. ഇന്ന് രാത്രി നീ എന്റെ അതിഥിയല്ലേ. നിനക്ക് ഞാനിന്ന് നല്ലൊരു ജ്യൂസ് തരും. നല്ല ഒന്നാന്തര ജ്യൂസ്. ഇനി ഒരിക്കലും നീ അത് മറക്കില്ല.
എന്താ കേസ്? ജാമ്യത്തിലിറങ്ങി പിന്നെയും മോഷണം. നാട്ടുകാര് കയ്യോടെ പിടികൂടി. തൽക്കാലം ഇതിനകത്തിട്ടേക്ക്. കേരടി. കണ്ടില്ലേടി, മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ക്രിമിനലുകളും ഒക്കെയാണ് നിന്റെ കൂടെ ഈ രാത്രി താമസിക്കാൻ പോകുന്നത്. അവരും മനുഷ്യരാണല്ലോ. മാഡം ചെല്ല്. എന്നിട്ട് മാഡം പറഞ്ഞ ജ്യൂസില്ലേ അതിങ്ങ് കൊടുത്തയച്ചേക്ക്. ഞാനത് നല്ല രുചിയോടെ കുടിച്ചോളാം.